Welcome back to RJ Learning. Now we are going to learn about the components of a cell. There are mainly 4 components for a cell. First one, cell membrane or plasma membrane. Second one is nucleus. Third one is cytoplasm. And fourth one is cell organelles. So first, we will learn more in detail about the cell membrane or the plasma membrane. What is it? A cell membrane or a plasma membrane is the outer covering of a cell. ഇതാണ് സെല്ലിൻ്റെ ഔട്ടർ കവറിങ്. നമ്മൾ ഭിത്തി എന്നൊക്കെ പറയത്തില്ലേ, അതിലെ മതിൽ എന്നൊക്കെ പറയത്തില്ലേ, ഒരു സെല്ലിൻ്റെ ഔട്ടർ കവറിങ്ങിനെയാണ് വി കോൾ ആസ് സെൽ മെംബ്രെയിൻ ഓർ എ പ്ലാസ്മ മെംബ്രെയിൻ. വാട്ട് ഈസ് എ മെയിൻ ഫീച്ചർ ഓഫ് ദി സെൽ മെംബ്രെയിൻ ഓർ പ്ലാസ്മ മെംബ്രെയിൻ? ഇറ്റ് ഈസ് സെലക്റ്റീവ്ലി പെർമിയബിൾ. വാട്ട് യു മീൻ ബൈ സെലക്റ്റീവ്ലി പെർമിയബിൾ? It allows only certain materials to enter the cell and certain materials to exit out of the cell. നമ്മളും അങ്ങനെയല്ലേ, വീട്ടിൽ വരുന്ന എല്ലാവരെയും അങ്ങ് വീട്ടിനകത്ത് കയറ്റി താമസിപ്പിക്കുകയൊന്നും ഇല്ലല്ലോ. ആവശ്യമുള്ളവരെ മാത്രം വീട്ടിൽ കയറ്റുക, സൽക്കരിക്കുക, താമസിപ്പിക്കുക. അതുപോലെ തന്നെയാണ് സെല്ല് മെംബ്രെയിനും ചെയ്യുന്നത്. ദിസ് ഇസ് the main feature of the cell membrane. Cell membrane is selectively permeable. That means it allows only certain materials to enter the cell and only certain materials to exit out of the cell. സെല്ലിന് ആവശ്യമുള്ള സാധനങ്ങൾ അകത്തേക്കും എടുക്കും, ആവശ്യമില്ലാത്ത സാധനങ്ങൾ പുറത്തേക്കും കളയും. So that is selectively permeable. Next, how? എങ്ങനെയാണ്? How does the movement of substances takes place into the cell? എങ്ങനെയാണ് സെല്ലിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എൻ്റർ ചെയ്യുന്നത്, ആവശ്യമില്ലാത്ത സാധനങ്ങൾ എക്സിറ്റ് ആവുന്നത്? It takes place by a simple process called diffusion. Do you know what is diffusion? It is a movement of substances from a region of higher concentration to a region of lower concentration. ഈ ഡിഫ്യൂഷൻ വഴിയാണ് ഒരു സെല്ലിനകത്തേക്ക് സബ്സ്റ്റൻസസ് കയറുന്നതും സെല്ലിൻ്റെ പുറത്തേക്ക് വേസ്റ്റ് പ്രോഡക്ട്സ് പോകുന്നതും. A simple process called diffusion. Okay, and now next is how does gas exchange takes place inside the cell? That is also very simple. It takes place by the process of diffusion. That means flow from high concentration to a lower concentration. For example, if the concentration of carbon dioxide is more inside the cell, this carbon dioxide diffuses out of the cell. Okay, and like that, if the oxygen concentration is less inside the cell, oxygen from outside diffuses into the cell. ഇങ്ങനെയാണ് സബ്സ്റ്റൻസസ് അല്ലെ ഫുഡ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസ് ഒക്കെ സെല്ലിലേക്ക് കയറുന്നത്. ദെൻ വാട്ട് അബൌട്ട് വാട്ടർ? വാട്ടറും സെയിം പ്രോസസ്സ് തന്നെ, ബട്ട് ആ ടേമിന് മാത്രം കുറച്ച് വ്യത്യാസമുണ്ട്. ഡിഫ്യൂഷന് പകരം വി യൂസ് അനദർ ടേം ഓസ്മോസിസ്. ഓസ്മോസിസും സെയിം തന്നെയാണ്. ദ ഫ്ലോ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഇതുപോലെ തന്നെ ഡിഫ്യൂഷൻ പോലെ തന്നെയാണ് ഓസ്മോസിസും. അതായത് ഒരു സെല്ലിനകത്ത് വാട്ടർ കോൺസെൻട്രേഷൻ കുറയുകയാണെങ്കിൽ, കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്സൈഡിൽ നിന്നുള്ള വാട്ടർ സെല്ലിലേക്ക് വരും. അതുപോലെ തന്നെ സെല്ലിൽ വാട്ടർ കണ്ടന്റ് ഭയങ്കരമായിട്ട് കൂടുകയാണെങ്കിൽ ഇറ്റ് ഡിഫ്യൂസസ് ഔട്ട്. ഇതാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഒരു സെല്ലിലേക്ക് ആവശ്യമുള്ള സബ്സ്റ്റൻസസ്, ഗ്യാസ്, വാട്ടർ മോളിക്യൂൾസ് ഒക്കെ എൻ്റർ ചെയ്യുകയും എക്സിറ്റ് ആവുകയും ചെയ്യുന്നത് ബൈ ദ പ്രോസസ് ഓഫ് ഡിഫ്യൂഷനും ഓസ്മോസിസും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന 3 ടൈപ്പ് സൊല്യൂഷൻസിലേക്ക് നമ്മൾ സെല്ലിൽ ഇടുവാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? ദർ ആർ 3 ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ്: hypotonic, hypertonic and isotonic solutions. So what happens when we put a cell inside a hypotonic, hypertonic and isotonic solution? എന്താണ് hypotonic? Hypo എന്ന് പറഞ്ഞാൽ as a name suggests less concentrated ആണ്. Less concentrated എന്ന് പറഞ്ഞാൽ എന്താ? Water content will be higher അല്ലേ? ഹൈപ്പോട്ടോണിക് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ഷുഗർ ആണെങ്കിൽ അല്ലെങ്കിൽ സോൾട്ട് ആണെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കുറവും വാട്ടർ കോൺസെൻട്രേഷൻ കൂടുതലുമാണ്. സോ നാച്ചുറലി വാട്ട് ഹാപ്പൻസ്? നമ്മളൊരു സെല്ല് ഹൈപ്പർടോണിക്കിൽ ഇടുമ്പോൾ എന്ത് പറ്റും? വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യും? വാട്ടർ മോളിക്യൂൾസ് ഔട്ട്സൈഡിൽ കൂടുതലാണല്ലോ. സോ വാട്ട് ഹാപ്പൻസ്? ദ വാട്ടർ മോളിക്യൂൾസ് ഫ്രം ദ ഹൈപ്പർടോണിക് സൊല്യൂഷൻ ജസ്റ്റ് ഡിഫ്യൂസ് ഇൻ ടു ദ സെൽ. കാര്യം പുറത്ത് കൂടുതലാണല്ലോ, അത് നേരെ സെല്ലിലേക്ക് ഡിഫ്യൂസ് ആവും. ദെൻ ദ സെൽ വാട്ട് ഹാപ്പൻസ്? സെൽ അങ്ങ് സ്വെല്ലാവും, സ്വെല്ലാവും ആൻഡ് എന്നിട്ട് ഇതങ്ങ് വലുതാവുകയാണ് ചെയ്യുന്നത്. ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് വെൻ വി പുട്ട് എ സെൽ ഇൻസൈഡ് എ ഹൈപ്പർടോണിക് സൊല്യൂഷൻ. ഐ റിപ്പീറ്റ്, ഹൈപ്പർടോണിക് മീൻസ് ആ സൊല്യൂഷന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷുഗർ അല്ലെങ്കിൽ സോൾട്ട് കോൺസെൻട്രേഷൻ കുറവായിരിക്കും, അതുകൊണ്ട് വാട്ടർ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ എന്ത് പറ്റും?
outside mediathilula water molecules will diffuse into the cell and the cell will swell. Okay, just opposite happens in hypertonic solution. When we put a cell inside a hypertonic ennu paranja endha, concentration of ആ സൊല്യൂട്ട് ഷുഗർ ആണെങ്കിലും സോൾട്ട് ആണെങ്കിലും അത് കൂടുതലായിരിക്കും, വാട്ടർ കണ്ടന്റ് കുറവുമായിരിക്കും. സോ വാട്ട് ഹാപ്പൻസ്, ഈ സെല്ലിനുള്ളിലുള്ള വാട്ടർ വിൽ ഡിഫ്യൂസസ് ഔട്ട്. ഓക്കെ, കാര്യം എപ്പോഴും വാട്ടർ മോളിക്യൂൾസ് മൂവ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പം നമ്മളൊരു സെൽ, വെൻ യു പുട്ട് എ സെൽ ഇൻസൈഡ് എ ഹൈപ്പർടോണിക് സൊല്യൂഷൻ, വാട്ട് ഹാപ്പൻസ്, the water molecules inside the cell diffuses out of the cell, and as a result what happens to the cell? The cell will shrinking. Okay, ini what happens when we put a cell in the isotonic solution? Isotonic ennu parna endha, ellam same cellil etra vellam undo adu thanne aayirikkum solution il ullathu. So net il there is no movement of water molecules, allengil water molecules പോകുന്നത് സെല്ലിൻ്റെ പുറത്തേക്ക് പോകുന്നതും സെല്ലിനുള്ളിലേക്ക് കയറുന്നതും സെയിം എമൗണ്ട് ആയിരിക്കും. സോ നെറ്റ് ഇഫക്റ്റിൽ no movement of water molecules ആണ് പറയുന്നത്. There won't be any change in the shape of the cell. This is the isotonic solution. So when we put a cell inside a hypotonic solution, what happens? The cell will swell. And when we put a cell in hypertonic solution, the cell will shrink. And when we put a cell in the isotonic solution, there won't be any change in the shape of the cell. Clear? If you have any doubts, you can ask in the comment section. Okay, in the next video, I will tell in detail about the cytoplasm. Thank you.